നമസ്കാരം, മലയാളി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്കറിയാം കുറച്ച് വീഡിയോസുകൾ കുറച്ച് പെൻഡിങ് ആയി അല്ലേ. അപ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല, കാരണം എൻ്റെ ലാപ്പിന് ചെറുതായിട്ടൊരു പണി കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസുകൾ പെൻഡിങ് ആയത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നൊരു വീഡിയോ നമ്മുടെ ഇതുവരെ തുടർച്ചയുള്ള വീഡിയോകൾ ടെമ്പിൾ ട്രാവലോഗ്സ് ആയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയല്ല ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാനൊരു ലാപ്പ് വാങ്ങി. ഓക്കെ, Lenovo Legion Y530 എന്ന് പറഞ്ഞൊരു മോഡലാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പാണ്, ഞാനിപ്പോൾ വാങ്ങിയതാണ് റീസെൻ്റ്ലി. എന്ന് വെച്ചാൽ ഇന്നലെയാണ് ഞാനത് വാങ്ങിയത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു പ്രൊമോഷണൽ വീഡിയോയോ അല്ലെങ്കിൽ ഒരു ലെനോവോയുടെ ഓതറൈസിലുള്ള അങ്ങനത്തെ ഒരു വീഡിയോ അല്ല. ഇത് ഞാൻ വാങ്ങിയതുകൊണ്ട് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നു. ഞാനിതാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. പിന്നെ കൂട്ടത്തിൽ എൻ്റെ വ്ളോഗിലുള്ള എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഒരു ക്ഷമാപണം. അപ്പോൾ ഇനി തുടർച്ചയായിട്ട് വീഡിയോകൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ടെമ്പിൾസ് ട്രാവലോഗ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റ് മാത്രമാണ് ഞങ്ങൾ ഈ മലയാളി വ്ളോഗ് എന്ന് പറയുന്നത്. തികച്ചും വ്യത്യസ്തമായ പല എൻ്റർടൈൻമെൻറ്റ് പറയാം. അപ്പോൾ ഞാൻ ഈ ലാപ്പ് അൺബോക്സിങ്ങിലേക്ക് കിടക്കുവാണ്. ഈ ലാപ്പിൻ്റെ പാക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, Hey kid, don't ever let them get inside your head. They'll tell you what to do in life instead of everything you know that you could get. Don't let them guide your life towards regret. I'll fight for what I love with every breath. My past is filled with things I won't forget. I use them all to push me to my best. So treat the worst of times just like a test. If only I could go back in time, I'd tell myself that everything will end up alright. Just push yourself, test yourself, figure out what you like, and find your limits, don't be rigid, always work towards a prime. Surround yourself with open minds, people can change your life. A few friends with intent can help you feel alive. Find a passion, take some action, and with a little time, just be patient, make a statement, try to enjoy your life. They'll try to kick you while you're down. They wanna rise up while you drown. They wanna fill your head with doubt. They're silently scared that you'll figure it out. I'll make it look like I'm losing. Won't bother. അപ്പോൾ ഞാൻ പറയുന്ന പോലെ എൻ്റെ ലാപ്പ് എന്ന് പറഞ്ഞ് Lenovo Legion Y530 എന്ന് പറഞ്ഞ മോഡലാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു സ്പെക്സ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക അഡ്വാൻസ്ഡ് ആണ്. ആക്ച്വലി ഇതിൽ നമ്മുടെ ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്നാണ് ഇതിന് പൊതുവേ ഉള്ള ഒരു പേര്. അത് നമ്മൾ ഗ്രാഫിക് കാർഡൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പാണ്. അതിൻ്റെ സ്പെക്ക് അങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിന് സ്പെക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ CPU വരുന്നത് 8 Gen Intel Core i5 ആണ്. പിന്നെ ഇതിന് i7 വരുന്നുണ്ട്. അത് കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ്, കമ്പാരിറ്റീവ്ലി ഇതിനേക്കാൾ കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന i5 ആണ്. പിന്നെ ഇതിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് ഇപ്പോൾ 8 GB ആണ് ഇതിൻ്റെ റാം എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്കത് അപ് ടു 32 GB വരെ നമുക്കത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. പിന്നെ ഡിസ്പ്ലേ വരുന്നത് 15.6 ഇഞ്ച് ഫുൾ HD ആണ് വരുന്നത്. ആൻറ്റി ഗ്ലെയർ IPS വിത്ത് ഇതിൻ്റെ ഒരു ബാറ്ററി. അപ്പോൾ ലാപ്പിന് ഫസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്നത് ബാറ്ററിയാണ്, ബാറ്ററി ബാക്കപ്പ്. അതിപ്പോൾ ഇതിന് 3 cell 15.5 ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇതിന് വരുന്നത്. അപ്പോൾ 5 hours നമുക്കൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടും. അത് വളരെ ഇത്രയും കൂടുതൽ പിന്നെ നമ്മുടെ ചെയ്യുന്ന വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ്
എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്നാലും 5 hours ഒക്കെ ഓൾമോസ്റ്റ് കിട്ടുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ്. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഇത് Lenovo Legion Y530 എന്ന് പറഞ്ഞ മോഡലിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത് വിൻഡോസ് 10 ഹോം എഡിഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സ്ട്രാ പേയ്മെൻറ്റ് ഒരു കസ്റ്റമൈസ് ചെയ്തിട്ട് ഞാനൊരു എക്സ്ട്രാ പേയ്മെൻറ്റ് അടച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ ഈ ലാപ്പിൽ ഇതിലിട്ടിരിക്കുന്നത് വിൻഡോസ് 10 പ്രൊഫഷണലാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം കൂടിയുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് എഡിറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. അത് എന്താ പറയുക, മാനുവലി അവർ ചെയ്തു തന്നതാണ്, കസ്റ്റമൈസ് ചെയ്ത് തന്നതാണ് അവരത്. ഓക്കെ, അപ്പോൾ അത് ഷോപ്പിൽ ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞ് അവരത് എനിക്ക് ചെയ്തു തന്നതാണ്. അപ്പോൾ പിന്നെ എന്താ സംബന്ധിച്ച് വാറണ്ടി ഒക്കെ നമ്മൾ 3 years വാറണ്ടി ഉണ്ട്. 1 year വാറണ്ടിയാണ് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. പക്ഷേ 3 year വാറണ്ടി ആയിട്ട് നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാം. ചെറിയൊരു പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 years മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇതിൻ്റെ ബാക്കിലാണ് ഈ ലെനോവോ ബാക്കിലാണ് ഇതിൻ്റെ പോർട്ടുകൾ മൊത്തം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കത് നോക്കാം. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ബാക്കിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബാക്കിലാണ് നമ്മുടെ ലെനോവോയുടെ എല്ലാ പോർട്ടുകളും നമ്മൾ കൊടുത്തിരിക്കുന്നത്. മാക്സിമം പോർട്ടുകളെല്ലാം ബാക്കിലാണ്. അത് വളരെ നന്നായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ ബാക്കിലാണ് ഇതിൻ്റെ പോർട്ടെല്ലാം. നമ്മുടെ HDMI പോർട്ടും USB പോർട്ടും അങ്ങനെ എല്ലാ പോർട്ടുകളും ബാക്കിലാണ്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഒരു സിംഗിൾ പോർട്ടും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഓഡിയോ ജാക്ക്, നമ്മുടെ ഹെഡ്ഫോണൊക്കെ കണക്ട് ചെയ്യാനും അങ്ങനെയുള്ള സംഭവത്തിനൊക്കെയാണ് ഇവിടെയാണ് അത് ഇതിൻ്റെ പിൻ പോർട്ട്. ഇതിൻ്റെ ഈ ലാപ്ടോപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്, ബാക്കിയെല്ലാം ബാക്ക് സൈഡിലാണ്. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഇപ്പോൾ സാധാരണ ഇവിടെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഫോൾഡബിൾ ഇത് വരുന്നത്. ഇത് കുറച്ചുകൂടി വേറൊരു സൈസ് വേറെ ഇതിൽ വരുന്നുണ്ട്. അതിനുശേഷം ഇത് വേറൊരു ഇതിലായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയാവുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ പവർ ബട്ടൺ ഇവിടെയാണ്, സെൻട്രലായിട്ടാണ്. വളരെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പവർ ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറ വരുന്നതും ഈ ഒരു ഭാഗത്താണ്. അത് വളരെ ഒരു നല്ലൊരു രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ മൗസ് പാഡ് എന്ന് പറയുന്ന ഒരു ഭാഗവും പിന്നെ ഈ ബാക്കിയുള്ള ഒരു മാറ്റ് ഫിനിഷ് പോലെ തോന്നിക്കുന്ന വളരെ വളരെ നല്ല രീതിയിലുള്ള ഒരു പാഡൊക്കെയാണ് തന്നിരിക്കുന്നത്. ഒരു ക്വാളിറ്റി, ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നതാണ്. വേറെ ഈ ലാപ്ടോപ്പിൻ്റെ വേറൊരു പ്രത്യേകത, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ ഒരു വലിയൊരു നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഒരു കൂളർ ഫാനുകളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ 2 ഫാനുകളുണ്ട്. അപ്പോൾ അത് വളരെ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഈ ലാപ്ടോപ്പ് ഭയങ്കര ഹീറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വർക്ക് ലോഡിനെ അല്ലെങ്കിൽ ഒരു സ്പീഡിനൊക്കെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ലെനോവോ വളരെ നന്നായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. കാരണം 2 ഫാനുകൾ, കൂളിംഗ് ഫാനുകൾ 2 സൈഡിലായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. വളരെ സ്റ്റൈലിഷാണ്, അത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇതിനൊരു ഹീൽ പോലെ ആയതുകൊണ്ട് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് കുറച്ച് ഉയരത്തിൽ നിൽക്കുന്നുണ്ട്. വളരെ എന്താ പറയുക, ഹീറ്റ് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ നമ്മളൊരു സെപ്പറേറ്റ് ഒരു ഫാൻ വെക്കുന്നത് വളരെ നല്ലതാണ്, എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എന്നിരുന്നാലും എന്താ പറയുക, പൊതുവേ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക, റേറ്റ് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു നമ്മുടെ ഒരു ആവശ്യകത നമുക്ക് നോക്കുമ്പോൾ റേറ്റ് അത്ര വലിയൊരു ഹൈ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. റേറ്റ് അത്യാവശ്യം കുഴപ്പമില്ല. കാരണം ഞാനിതിൽ ഇപ്പോൾ ഹോം എഡിഷൻ എന്ന് വരുന്ന സമയത്ത് ഇതിൽ ആ റേറ്റ് നമുക്ക് കുറച്ചും കുറവായിരുന്നു. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു വിൻഡോസ് 10 പ്രൊഫഷണൽ ചെയ്യുമ്പോഴാണ് ഒരു എക്സ്ട്രാ കുറച്ചുകൂടി ക്യാഷ് വന്നത്. പക്ഷേ അത് നമുക്ക് എപ്പോഴും ഒരു വേർത്ത് തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്കതിലൊരു കുറവോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ഒരു ലാപ്പ് നമ്മുടെ ഒരു കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് എടുക്കുമ്പോൾ വിൻഡോസ് 10 പ്രൊഫഷണൽ എടുക്കാനാണ് ഞാൻ പറയുന്നത്. പിന്നെ അത് അപ് ടു നമ്മുടെ ആൾക്കാരുടെ ചോയ്സ് പോലെയാണ്. ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒരു റേറ്റിന് അധിഷ്ഠിതമായിട്ടുള്ളൊരു സംഭവമല്ല. കസ്റ്റമൈസ് ചെയ്ത ആൾക്കാരുടെ ചോയ്സ് എന്താണോ, ആൾക്കാർക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ അത് തന്നെ ആൾക്കാർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു റേറ്റോ പ്രൈസ് റേഞ്ചോ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്, എനിക്കൊരു ആവറേജ് ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബഡ്ജറ്റിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഇതിലെല്ലാം എൻ്റെ ആവശ്യകതകളെല്ലാം തികഞ്ഞ് കിട്ടിയ ഒരു ലാപ്പായിരുന്നു ഈ Lenovo Y530 എന്ന് പറയുന്ന ഈ മോഡൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ഗ്രാഫിക് കാർഡ് തന്നെയാണ് ഇതിന് മെയിൻ. എനിക്ക് കുറച്ചുകൂടി ഒരു 4GB ഗ്രാഫിക് കാർഡിൽ വരുന്നത്. i5 വേണം, പിന്നെ ഗ്രാഫിക് കാർഡ് 4GB വേണം. ഇതാണ് മെയിൻ മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ SSD ആയിരിക്കരുത് എന്നുള്ളൊരു നിബന്ധന ഉണ്ടായിരുന്നു. SSD നല്ലതാണ്, ആയിരിക്കരുത് എന്ന് പറഞ്ഞാൽ SSD കമ്പാരിറ്റീവ്ലി ഭയങ്കര ഫാസ്റ്റാണ്. പക്ഷെ എനിക്ക് അത്രയും ഫാസ്റ്റ് വേണ്ട. പക്ഷെ അത് ഞാൻ ഈ പറഞ്ഞ ബഡ്ജറ്റിൽ അത് നിൽക്കില്ല.
അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇത് വേറൊരു സംഭവം എന്ന് പറയുന്നത് എന്താ പറയുക, ലാപ്പ് വളരെ ഒരു പിന്നെ ഒരു കമ്പനി ബ്രാൻഡ് പേര് ഓഫ് കോഴ്സ് നമുക്കത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു ലെനോവോ എന്ന് പറഞ്ഞ ബ്രാൻഡിന് എനിക്ക് ഭയങ്കര ഒരു താല്പര്യമാണ്, മുമ്പും എനിക്കറിയാം. അപ്പോൾ ആ ഒരു ബ്രാൻഡ് വാല്യൂ നല്ലതാണ്, പിന്നെ ഇപ്പോൾ സർവീസും നല്ലതാണ് എന്നാണ് എനിക്ക് കിട്ടിയ ഒരു റിവ്യൂസ്. അപ്പോൾ റിവ്യൂസ് നമുക്ക് നോക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് നല്ല റിവ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ടാണല്ലോ വാങ്ങുന്നത്, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഇൻ്റർനാഷണൽ വാറൻറ്റിയിലേക്ക് ഞാനത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും നോക്കുമ്പോൾ നല്ലതാണ്. എന്താ പറയുക, അപ്പോൾ കീപ് സപ്പോർട്ടിങ്. അപ്പോൾ ഞാൻ ഇതൊരു അൺബോക്സിങ് വീഡിയോ മാത്രമാണത്. ഇത് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ, ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ പറഞ്ഞാണ്, ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. പക്ഷേ എന്നിരുന്നാലും ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല. എന്ന് വെച്ചാൽ ഞാനൊരു ലാപ്പ് വാങ്ങിയപ്പോൾ കുറച്ച് ദിവസം തുടർച്ചയായ കുറേ വീഡിയോകൾ ചെയ്ത സമയത്ത് അതിനൊരു ബ്രേക്ക് വന്നു. അപ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് എന്താണെന്നുള്ളൊരു സംഭവം. പിന്നെ എൻ്റെ ഒരു ലാപ്പിൻ്റെ, ഞാൻ എടുത്തൊരു ലാപ്പിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ എന്നൊരു സംഭവം ചെയ്യാം, നിങ്ങളെ കാണിക്കാം എന്ന് തോന്നി. അത് മാത്രമാണ് ഞാനിതിൽ ഉദ്ദേശിച്ചത്. ഇതിലൊരു പ്രൊമോഷണൽ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ പ്രൊമോഷണൽ ആയിട്ടുള്ളൊരു കാര്യവും എനിക്കില്ല. ഓക്കെ, ഇതാണ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്. അപ്പോൾ കീപ് സപ്പോർട്ടിങ് മലയാളീസ് വ്ളോഗ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ ഇനിയും വളരെ വെറൈറ്റി ആയിട്ടുള്ള ടെക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്താ പറയുക വ്ളോഗായിട്ടുള്ള പല വെബ് സീരീസ് അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്താ പറയുക തുടർച്ചയായി ഫ്യൂച്ചറിലേക്കും നമ്മൾ ഒരുപാട് വീഡിയോകളും നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇവിടെ പറഞ്ഞിരിക്കും.